അങ്കമാലി അതിരൂപത ഭരണത്തിൽ മാറ്റം വരികയാണ്. മാർ ജോസഫ് പാംപ്ലാനി ഇപ്പോൾ നിയമിച്ചിരിക്കുകയാണ്. വിഷ്ണു പ്രകാശ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിഷ്ണു, നമ്മൾ ആ വാക്കുകൾ കേൾക്കുകയായിരുന്നു. ആ ഭരണത്തിൽ ഒരു മാറ്റം വരുന്നു. അവർ മുന്നിലേക്ക് വെച്ച ആവശ്യങ്ങളിൽ പലതിൽ ഒന്നിൽ കൂടി അതായിരുന്നു. എന്താണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്? ഒരു അവസാനം, ഈ പ്രതിഷേധത്തിന് ഒരു അവസാനം വന്നിട്ടുണ്ടോ? പ്രതിഷേധത്തിന് ചെറിയൊരു അയവ് വന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായി പുറത്തു വരുന്ന കാര്യം. അതായത് ഇപ്പോൾ ഇതിന്റെ നിരന്തരമായിട്ടുള്ള ഒരു ആവശ്യമായിരുന്നു സൂര്യ ഉൾപ്പെടെയുള്ള ഈ ആരോപണ വിധേയരായിട്ടുള്ള സൂര്യ ഉണ്ടെന്നുള്ള കാര്യം. സൂര്യ അഴിമതി ആരോപണങ്ങൾ നേരിടുന്ന സൂര്യ പിരിച്ചുവിട്ടണം എന്നുള്ളൊരു ആവശ്യമായിരുന്നു. വിഷ്ണുവിലേക്ക് എത്താം. വിഷ്ണുവിന്റെ ടെലിഫോൺ ലൈനിൽ ചെറിയൊരു പ്രശ്നമുണ്ട്, റേഞ്ച് ഇഷ്യൂ ആണെന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും എറണാകുളം അങ്കമാലി അതിരൂപത മെത്രാപ്പൊലീത്തൻ വികാരായി തലശ്ശേരി അതിരൂപത അധ്യക്ഷനായ മാർ ജോസഫ് പാംപ്ലാനിയെ നിയമിച്ചിരിക്കുകയാണ്. തലശ്ശേരി അതിരൂപത അധ്യക്ഷൻ എന്ന പദവിക്ക് പുറമെയാണ് പുതിയ നിയമനം ഉണ്ടാകുന്നത്. അതിരൂപത അഡ്മിനിസ്ട്രേറ്റർ പദവിയിൽ നിന്നുള്ള ബിഷപ്പ് മാർ ബോസ്കോ പുത്തൂരിന്റെ രാജി വത്തിക്കാൻ അംഗീകരിച്ച സാഹചര്യത്തിൽ കൂടിയാണ് പുതിയ നിയമനം. ഈ നിയമനത്തെ സ്വാഗതം ചെയ്യുകയാണ്. അങ്ങനെയാണ് അല്പസമയം മുമ്പ് നമ്മൾ ആ വാക്കുകൾ കേൾക്കുകയായിരുന്നു. വലിയ രീതിയിലുള്ള പ്രതിഷേധമായിരുന്നു എറണാകുളം ബിഷപ്പ് ഹൗസിൽ ഉണ്ടായിരുന്നത്. സംഘർഷാവസ്ഥ നിലനിൽക്കുന്ന സാഹചര്യം നമ്മൾ ആ ദൃശ്യങ്ങൾ കൂടിയാണ് കാണുന്നത്. പ്രതിഷേധവുമായി പ്രതിഷേധിച്ച 21 വൈദികർ, അവർക്കെതിരെ പോലീസ് നടപടി ഉണ്ടാകുന്നു. പലപ്പോഴും വലിച്ചെറിച്ചു കൊണ്ടുപോകുന്ന ഒരു CCTV ദൃശ്യം ഉൾപ്പെടെ പുറത്തു വന്നിരുന്നു. അവരെ അനുകൂലിക്കുന്ന വിശ്വാസികൾ എല്ലാവരും സംഘടിക്കുന്നു. ചർച്ചകൾ ഉണ്ടാകുന്നു. പക്ഷേ ആ ചർച്ച സമവായത്തിലേക്ക് എത്തിയിട്ടില്ലായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു അറിയിപ്പ് കൂടി മുന്നിലേക്ക് വരുന്നത്. അവർ സ്വീകരിക്കുകയാണ്. എന്തായാലും ഈ പ്രതിഷേധത്തിന്റെ അവസാനം ഏത് വിധത്തിലായിരിക്കും എന്നത് കൂടിയുള്ളൊരു വിവരം നമ്മൾക്ക് കൃത്യമായി ലഭ്യമാകേണ്ടതായിട്ടുണ്ട്. അല്പസമയം അറിയാൻ കഴിയുന്നത് അല്പസമയം മുൻപ് കഴിഞ്ഞ മണിക്കൂറിൽ നമ്മൾ ഈ വാർത്ത നോക്കുമ്പോൾ മാധ്യമപ്രവർത്തകരുടെ തർക്കിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനുൾപ്പെടെ അദ്ദേഹം മാപ്പ് പറയുന്നുണ്ടായിരുന്നു. കാരണം ഏറെക്കുറെ പറഞ്ഞ കാര്യത്തിൽ നമ്മൾ അല്പസമയം മുമ്പ് അദ്ദേഹം പറഞ്ഞത് കേട്ടതാണ്. മാർ ബോസ്കോ പുത്തൂരിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയരുന്നുണ്ടായിരുന്നു. അതിലൊരു മാറ്റം വന്ന സാഹചര്യത്തിൽ ഏറെക്കുറെ കാര്യങ്ങൾ ഒരവസാന ഘട്ടത്തിലേക്ക്, ഈ ഒരു പ്രതിഷേധവുമായി ബന്ധപ്പെട്ട ഒരു അവസാന ഘട്ടത്തിലേക്ക് പോവുകയാണ് എന്നുകൂടിയാണ് മനസ്സിലാക്കുന്നത്.